മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ടി.എച്ച്. മുസ്തഫയുടെ ഒന്നാം ചരമവാർഷിക ആചരണത്തിന് ഐക്യനാട്ടിൽ തുടക്കം കുറിച്ചു. ടി.ജെ. വിനോദ് എം.എൽ.എ. ഒരു മാസം നീണ്ടു നിൽക്കുന്ന വാർഷിക ആചരണ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ശക്തമായ ഒരു വളക്കൂറുള്ള ജില്ലയാക്കി മാറ്റിയെടുക്കാൻ ധീരമായ നേതൃത്വം കൊടുത്തൊരു വ്യക്തിത്വം ആരെ എന്ന് ചോദിച്ചാൽ ഈ ജില്ലയിലെ ജനാധിപത്യ വിശ്വാസികൾ നിസ്സംശയം പറയുന്ന ഒരു പേരാണ് ശ്രീ ടി.എച്ച്. മുസ്തഫ എന്നുള്ളത്. നമുക്കറിയാം, പാർട്ടിക്ക് എന്തെങ്കിലും ക്ഷീണം സംഭവിക്കുകയോ തകർച്ച സംഭവിക്കുകയോ ചെയ്യുമ്പോഴെല്ലാം പ്രായവും ആരോഗ്യവും വകവയ്ക്കാതെ ശക്തമായ സംഘടനാ പ്രവർത്തന പാടവത്തോടെ ഇറങ്ങി വരുന്ന ഒരു മഹത് വ്യക്തിത്വമായിരുന്നു ടി.എച്ച്. മുസ്തഫ. അനുസ്മരണ പരിപാടികളുടെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. 300ഓളം രോഗികൾ പങ്കെടുത്ത മെഡിക്കൽ ക്യാമ്പിൽ രക്തപരിശോധന, കണ്ണ്, ചെവി പരിശോധനകൾ നടത്തി. അനുസ്മരണ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് വി.എം. ജോർജ് അധ്യക്ഷത വഹിച്ചു. ടി.എച്ച്. മുസ്തഫയോടൊപ്പം പ്രവർത്തിച്ച പഴയകാല നേതാക്കന്മാരെ മുൻ എം.പി. കെ.പി. ധനപാലൻ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. മൺമറഞ്ഞ നേതാക്കന്മാരെ അനുസ്മരിച്ചുകൊണ്ട് അവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള ആദരവ് ഡി.സി.സി. ജനറൽ സെക്രട്ടറി സി.പി. ജോയ് നിർവഹിച്ചു. ഐക്യനാടിൽ നിറഞ്ഞു നിന്നു. നമുക്കറിയാം, വളരെ ചങ്കൂറ്റത്തോടുകൂടി ഏത് പ്രതിസന്ധിയെ നേരിടുന്നതിന് വേണ്ടിയിട്ട് പോരാടിയ, നേതൃത്വം കൊടുത്ത മഹാനായ, എന്നും ഓർമ്മിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് എൻ.ടി. കോരസാറിൻ്റേത്. മറ്റൊന്ന്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി കുറേ കാലം പ്രവർത്തിച്ച നമ്മുടെ വി.സി. വർക്കി വള്ളിക്കാട്ടിൽ, അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇവിടെ മണ്ഡലം കമ്മിറ്റി ഓഫീസിൻ്റെ പ്രവർത്തനമൊക്കെ ആരംഭിച്ചത്. കടിയിരിപ്പിൽ അദ്ദേഹം ഏതാണ്ട് 8-10 വർഷത്തോളം മണ്ഡലം പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ചിരുന്നു. അതുപോലെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളിലും. ബ്ലോക്ക് പ്രസിഡന്റ് കെ.വി. എൽദോ, ഡി.സി.സി. സെക്രട്ടറിമാരായ എം.പി. രാജൻ, ടി.എച്ച്. അബ്ദുൾ ജബ്ബാർ, കെ.പി. തങ്കപ്പൻ, സുജിത്ത് പോൾ, സി.ജെ. ജേക്കബ്, ജെയിംസ് പാറേക്കാട്ടിൽ, ബാബു ജോൺ, കെ.പി. സ്കറിയ, എം.എ. വർഗീസ്, എം.എ. പൗലോസ്, എം.കെ. അനിൽകുമാർ, ബാബു വർഗീസ്, എം.കെ. വേലായുധൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു.